ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-48 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയും ആ ഒരു പരിശുദ്ധ അമ്മയെ നോക്കി വിശുദ്ധ കുർത്തദേസിയ പുണ്യവതി ഇങ്ങനെ പറഞ്ഞു: പരിശുദ്ധ അമ്മയേക്കാൾ ഭാഗ്യവതിയാണ് ഞാൻ. എന്തെന്നാൽ നിന്നെപ്പോലെ സ്നേഹിക്കുന്ന ഒരമ്മ എനിക്ക് സ്വർഗത്തിലുണ്ട്. എന്നാൽ നിനക്ക് അങ്ങനെ ഒരു അമ്മയില്ല. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർത്തദേസിയ പുണ്യവതിയെ പോലെ ഉന്നതമായൊരു ചിന്താഗതി, ഏത് സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുവാന്, എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാണ് എന്ന വിധത്തിൽ ചിന്തിക്കുവാന് ഉള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർത്തദേസിയ പുണ്യവതിയെ വിശുദ്ധയാക്കിയത് അവളുടെ ചിന്തകളുള്ള ഔന്നിത്യമാണ്. ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോട് ചേർന്ന് നിന്ന് ചിന്തിക്കുവാനും ദൈവത്തോടൊപ്പം ചിന്തിക്കാനുള്ള ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ കുർത്തദേസിയ പുണ്യവതിയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം.